യേശുവിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, പരിശുദ്ധ അമ്മയുടെ കഥയായ അമ്മക്കഥ എന്നുള്ള ഈ പരമ്പരയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഈ പരമ്പര ആരംഭിക്കുമ്പോൾ പരിശുദ്ധ അമ്മയെപ്പറ്റി പിതാവായ ദൈവത്തിനും പുത്രനായ ദൈവത്തിനും പരിശുദ്ധാത്മാവായ ദൈവത്തിനും എന്താണ് പറയാനുള്ളത് എന്ന് നമുക്ക് ആദ്യം കേൾക്കാം. ദൈവമനുഷ്യൻ്റെ സ്നേഹഗീതയിലെ 1-ാമത്തെ വോളിയത്തിൽ ഈശോ മരിയ വളത്തോർത്തയോട് പറയുകയാണ്. ഈശോ പറയുന്നു, ഇന്ന് ഇതുമാത്രം എഴുതുക, പരിശുദ്ധിയുടെ വില എത്ര വലുതാണ്. ഒരു സൃഷ്ടിക്കും ഉൾക്കൊള്ളുവാൻ കഴിയാത്തവനെ ഒരു സൃഷ്ടിയുടെ ഉദരത്തിൽ വഹിക്കുവാൻ കഴിയത്തക്ക വിധം പരിശുദ്ധിയുടെ വില അത്ര വലുതാണ്. ഒരു സൃഷ്ടിക്കുണ്ടാകുവാൻ പാടുള്ള ഏറ്റവും പരമമായ പരിശുദ്ധി അവൾക്കുണ്ടായിരുന്നു. പരിശുദ്ധ ത്രിത്വം തൻ്റെ എല്ലാ പൂർണ്ണതകളോടും 3 ദൈവിക ആളുകളോടും കൂടെ താണിറങ്ങി തൻ്റെ അപരിമേയമായ ഒരു ചെറിയ സ്ഥലത്തിനുള്ളിൽ ഒതുക്കി നിർത്തി. എന്നാൽ അങ്ങനെ ചെയ്തതുകൊണ്ട് പരിശുദ്ധ ത്രിത്വം തന്നെ ഹീനമാക്കിയില്ല. കാരണം കന്യകയുടെ സ്നേഹവും ദൈവത്തിൻ്റെ തിരുച്ചിത്തവും കൂടെ ആ സ്ഥലത്തെ വിസ്തൃതമാക്കി, ഒരു സ്വർഗമാകുന്നതുവരെ വിസ്തൃതമാക്കി. ഏറ്റവും പരിശുദ്ധ ത്രിത്വം താഴെ പറയുന്ന വിധത്തിൽ അവളിൽ കൂടെ സ്വയം വെളിപ്പെടുത്തി. പിതാവായ ദൈവം സൃഷ്ടികർമ്മത്തിൻ്റെ 6-ാം ദിവസത്തേതെന്ന പോലെ വീണ്ടും സൃഷ്ടാവായ പിതാവിന് തൻ്റെ പൂർണ്ണ ഛായയിൽ തനിക്ക് ചേരുന്ന ഒരു പുത്രിയെ ലഭിച്ചു. ദൈവത്തിൻ്റെ ഛായ പൂർണ്ണമായി അതിൻ്റെ തനിമയിൽ മേരിയിൽ പതിഞ്ഞിരുന്നു. തൻ്റെ ആദ്യജാതൻ മാത്രമേ ഇക്കാര്യത്തിൽ മേരിയേക്കാൾ ഉപരിയായിരുന്നുള്ളൂ. മേരിയെ ദൈവത്തിൻ്റെ ദ്വിതീയജാത എന്ന് വിളിക്കത്തക്ക വിധത്തിൽ അത്ര വലുതായ പൂർണ്ണത അവൾക്ക് നൽകപ്പെട്ടിരുന്നു. അത് അവൾ സംരക്ഷിച്ചു. ദൈവത്തിൻ്റെ മണവാട്ടിയും മാതാവും സ്വർഗത്തിൻ്റെ രാജ്ഞിയും എന്ന നിലയിൽ അവൾ ദൈവപുത്രൻ കഴിഞ്ഞാൽ അടുത്ത സ്ഥാനത്ത് വരുന്നു. ദൈവത്തിൻ്റെ നിത്യമായ ചിന്തകളിൽ അവൾ 2-ാം സ്ഥാനം നേടി. പിതാവ് നിത്യമായി അവളിൽ ആനന്ദം കൊള്ളുകയും ചെയ്യുന്നു. പുത്രൻ, അവളുടെയും മകനായ പുത്രൻ തൻ്റെ കൃപാവരത്തിൻ്റെ നിഗൂഢമായ പ്രവർത്തനത്താൽ അവളുടെ ഉദരത്തിൽ ഉരുവായപ്പോൾ മുതൽ അവളെ തൻ്റെ സത്യവും ജ്ഞാനവും മനസ്സിലാക്കിക്കൊണ്ടിരുന്നു. പരിശുദ്ധാരൂപി, വരാനിരിക്കുന്ന പന്തക്കോസ്തിയായി, നീണ്ടു നിൽക്കുന്ന ഒരു പന്തക്കോസ്തിയായി മനുഷ്യരുടെ ഇടയിൽ പ്രത്യക്ഷപ്പെട്ടു. അത് സ്നേഹമായും ആശ്വാസമായും ശുദ്ധീകരണമായും തീർന്നു. താൻ സ്നേഹിച്ചവൾക്ക് സ്നേഹമായി, അവളുടെ ഉദരബലം നിമിത്തം മനുഷ്യമക്കൾക്ക് ആശ്വാസമായി, പരിശുദ്ധി തന്നെ ആയവൻ്റെ മാതൃത്വം മൂലം വിശുദ്ധീകരണവുമായി. നവ്യവും പൂർണ്ണവുമായ വിധത്തിൽ തന്നെ മനുഷ്യർക്ക് വെളിപ്പെടുത്തി കൊടുക്കുവാൻ വേണ്ടി, അങ്ങനെ രക്ഷയുടെ യുഗം ആരംഭിക്കുന്നതിനു വേണ്ടി തൻ്റെ സിംഹാസനമായി ആകാശത്തിൽ മിന്നിത്തിളങ്ങുന്ന ഒരു നക്ഷത്രത്തെയോ ഭൂമിയിലെ പ്രതാപവാനായ ഒരുവൻ്റെ കൊട്ടാരത്തെയോ ദൈവം തിരഞ്ഞെടുത്തില്ല. തൻ്റെ പാദപീഠമായ ദൈവദൂതന്മാരുടെ ചിറകും ആവശ്യപ്പെട്ടില്ല. കളങ്കമില്ലാത്ത നിർമ്മലമായ ഒരു ഉദരമാണ് അവിടുന്ന് ആവശ്യപ്പെട്ടത്. ഹവ്വയും നിർമ്മലമായിട്ടാണ് സൃഷ്ടിക്കപ്പെട്ടത്. എന്നാൽ കളങ്കമുള്ളവളായിത്തീരുവാൻ സ്വന്തം മനസ്സാലെ അവൾ ആഗ്രഹിച്ചു. ദുഷിച്ച ഒരു ലോകത്തിൽ ജീവിച്ച മേരി, ഹവ്വ പരിശുദ്ധമായ ഒരു ലോകത്തായിരുന്നു ജീവിച്ചത്. ആ പരിശുദ്ധിക്ക് കളങ്കം വരുവാൻ ആഗ്രഹിച്ചില്ല.
പാപത്തോട് വിദൂര ബന്ധമുള്ള ഒരു ചിന്ത പോലും അവളെ കളങ്കപ്പെടുത്തുവാൻ അവൾ ആഗ്രഹിച്ചില്ല. പാപമുണ്ട് എന്ന് അവൾക്കറിയാമായിരുന്നു. പാപത്തിൻ്റെ വിവിധങ്ങളായ രൂപങ്ങളും അവയുടെ ഫലങ്ങളും അവൾ മനസ്സിലാക്കി. അവൾ അവയെല്ലാം കണ്ടു. അവയിൽ ഏറ്റവും നികൃഷ്ടമായവയും കണ്ടു. ദൈവത്തെ വധിക്കുന്നതുൾപ്പെടെ എല്ലാം. അവൾ കണ്ടത് അവയ്ക്ക് പരിഹാരം ചെയ്യുവാൻ വേണ്ടിയാണ്. എന്നും പാപികളോട് കരുണ കാണിക്കേണ്ട സ്ത്രീയാകേണ്ടതിനാലും അവർക്കു വേണ്ടി മധ്യസ്ഥം പ്രാർത്ഥിക്കേണ്ടതിനാലുമാണ്. ഈ ചിന്ത മറ്റു വിശുദ്ധീകരണങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നതിനുള്ള ആമുഖമായി തീരും. ഇവയെല്ലാം നിന്റെ നന്മയ്ക്കും അനേകായിരങ്ങളുടെ സുസ്തുതിക്കും വേണ്ടിയാണ്.